നമസ്കാരം. വിദ്യാഭ്യാസം തുടങ്ങേണ്ടത് വിദ്യാലയങ്ങളിലല്ല, വീടുകളിലാണ് എന്നത് മഹത്വചനം. എന്നാൽ വിദ്യാലയം വീട് പോലെ ആയാലോ? ഇതാ അത്തരമൊരു വിദ്യാലയം, ഞങ്ങളുടെ വിദ്യാലയം. ഹോളി ഫാമിലി എയ്ഡഡ് സീനിയർ ബേസിക് സ്കൂൾ കുമ്പള. കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്ത് നിന്നും 15 കിലോമീറ്റർ ഇപ്പുറം മംഗലാപുരം പോകുന്ന വഴിയിൽ 848 കുട്ടികളും 21 ഡിവിഷനും 23 അധ്യാപകരും ഉള്ള ഈ വിദ്യാലയം ഈ വർഷം പ്ലാറ്റിനം ജൂബിലിയുടെ നിറവ് ആഘോഷിക്കുകയാണ്. ജില്ലയിലെ ആദ്യ ശിശുസൗഹൃദ വിദ്യാലയമായ ഈ വിദ്യാലയം 1936 സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സഭ സ്ഥാപിച്ചതാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല, അനിൽ കുംബ്ലയുടെ തറവാട് പ്രദേശം, യക്ഷഗാന ഉപജ്ഞേതാവ് പാർത്തി സുബയുടെ നാട്, ദൈവത്തിന്റെ സ്വന്തം നാട്, സപ്തഭാഷാ സംഗമഭൂമി. പഠിക്കലും പഠിപ്പിക്കലും ഇപ്പോൾ മാറി ഒരുപാട്. ഈ ആഹാര വസ്തുക്കളിലെല്ലാം ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ആഹാര വസ്തുക്കളിലെ അന്നജം അടങ്ങിയിട്ടുള്ളവ ഏതൊക്കെയാണ്? ഒന്ന് ലിസ്റ്റ് ചെയ്യാവോ എല്ലാവരും? ചോറ്, പയറ്, പാൽ, ഉരുളക്കിഴങ്ങ്, കഞ്ഞിവെള്ളം, ധാന്യങ്ങൾ. അപ്പൊ ഇതിലെല്ലാം അന്നജം ഉണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ? എങ്ങനെ നോക്കാം? ഒരു പരീക്ഷണം ചെയ്യാം അല്ലേ? മഹാഗണപതിം. എൻ്റെ പേര് സുജാത ഡിസോസ. ഞാൻ ഇവിടെ SSTൻ്റെ ഒരു അംഗമാണ്. എനിക്ക് എന്തെങ്കിലും ഇവിടെ കോമ്പറ്റീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് പാട്ടുകളൊക്കെ പഠിപ്പിക്കാനുണ്ട്. എൻ്റെ പേര് ശ്രീധരൻ പണിക്കർ. തെയ്യം അവതരിപ്പിക്കുന്ന ഒരു ആളാണ് ഞാൻ. ഇവിടുത്തെ താല്പര്യപ്രകാരമാണ് ഈ സ്കൂളിൽ വന്ന് ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ കുരുത്തോല കൊണ്ടില്ല എന്നെ കൊണ്ടാവുന്നതായ ഓരോരോ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹോളി TVയിലേക്ക് സ്വാഗതം. എൻഡോസൾഫാൻ പ്രശ്നം ആരോഗ്യ മന്ത്രാലയത്തിനു കീഴിൽ വിദഗ്ധ സമിതി വരും. സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തിലെ ഒരംഗമാണ് ഞാൻ. കുട്ടികളിൽ സാഹസികത വളർത്തുന്ന അഡ്വഞ്ചർ ബേസുകൾ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും വൈകുന്നേരം 3:30 ഞങ്ങൾ 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾ സമ്മേളിക്കുകയും പഠന പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ മാത്സ് ലാബാണ്. ഇതിലെ കുറെ കളികളും അതുപോലെ തന്നെ ചിത്രങ്ങൾ വരച്ചതും എഴുതിയതുമായ കുറെ മാസികകളും ഇവിടെയുണ്ട്. ആഗോളതാപനത്തിന് മരമാണ് മറുപടി. കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം നേടിയ ഒരു മോഡലാണിത്. ഇത് സ്റ്റുഡൻസ് ബോക്സ്. കുട്ടികളുടെ പരാതികളും നിർദ്ദേശങ്ങളും ആരെയും പേടികൂടാതെ ഇടാനുള്ള ഒരു പെട്ടിയാണിത്. നമസ്കാരം, ഞാൻ രശ്മി, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ക്ലബിന്റെ ചെയർമാൻ. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയും പഠനമാന്ദ്യവും കുടുംബ പ്രശ്നങ്ങളും മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകളും എല്ലാം അവരുടെ പ്രശ്നങ്ങളായി തീരുന്നു. അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നാണ് ഈ ക്ലബിന്റെ പ്രധാന ലക്ഷ്യം. ഇത്തവണ നടന്ന ശാസ്ത്രമേളയിൽ ജില്ലാ തലത്തിൽ നിന്നും 1ാം സ്ഥാനം ലഭിച്ച് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശാസ്ത്ര നിശ്ചല ദൃശ്യമാണിത്. പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇന്ധനവും വൈദ്യുതിയും ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. 10,000-ലേറെ പുസ്തകങ്ങളുള്ള ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കുട്ടികൾ വന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാറുണ്ട്. കൂടാതെ പത്രങ്ങളും മാസികകളും ഇവിടെ ലഭ്യമാണ്. ഇത് വർക്ക് എക്സ്പീരിയൻസ് ക്ലബിന്റെ
കുട്ടികൾ ചെയ്ത ഐറ്റംസ് ആയിട്ടുണ്ട്. ഈ കൊല്ലം വർക്ക് എക്സ്പീരിയൻസ് എക്സിബിഷനിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്രകൃതി വിഭവങ്ങൾ ധാരാളമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഇന്ന് ധാരാളമായി ലഭിക്കുന്ന കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു വർക്കിംഗ് മോഡലാണത്. കാലത്തിനൊപ്പമുള്ള കോലം തുള്ളലല്ല ഇത്. പ്രപഞ്ചത്തിന്റെ, കാലഘട്ടത്തിന്റെ അവിഭാജ്യ അനിവാര്യത. കണ്ണമ്മ കണ്ണമ്മ കറിയുണ്ട് കക്കറച്ചി കണ്ണ